ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് യൂട്യൂബ്സ്. അപ്പോൾ കഴിഞ്ഞ KTET എക്സാമിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീക്ക് വേണ്ടി ഒത്തിരി പേര് കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പേഴ്സണലി നമുക്ക് ഫോണിൽ മെസ്സേജായിട്ട് ചോദിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ അണ്ടറിൽ വന്ന് കമൻറ്റായിട്ട് ചോദിക്കുന്നതും എല്ലാം ഒരു കാര്യമാണ്. ഇപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ എപ്പോൾ വരും എന്ന് തന്നെയാണ് അല്ലേ. സോ അതിൻ്റെ ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ഭവനിലോട്ട് കുറച്ച് മുമ്പാണ് വിളിച്ചപ്പോൾ അന്നേരം പറഞ്ഞത് നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ വരാൻ വൈകും എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു മാസത്തോളമൊക്കെ എടുക്കും എന്നാണ് അവർ എനിക്ക് ആൻസറായിട്ട് തന്നത്. അപ്പോൾ എന്തത്ര വൈകുന്നത് എന്ന് ചോദിച്ചതിൻ്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചലഞ്ചിങ്ങിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കംപ്ലൈൻറ്റിലൂടെ പോയിട്ടുണ്ട്. സോ അതെല്ലാം തന്നെ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ആ ചലഞ്ചിങ്ങിൽ പോയ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം തന്നെ വെരിഫിക്കേഷൻ ചെയ്ത് അത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റെക്ടിഫൈഡ് ആൻസർ കീന് വേണ്ടിയിട്ട് ഇനി കാത്തിരിക്കാം. അപ്പോൾ കുറച്ച് എന്തായാലും ലേറ്റ് ആവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സമാധാനത്തിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ എന്തായാലും കുറച്ച് വൈകുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റിലായിക്കോട്ടെ സൈക്കോളജിയിലായിക്കോട്ടെ നിങ്ങൾക്കറിയാം ഒരുപാട് നമ്മൾ പ്രതീക്ഷ പോലെയൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നേക്കുന്നത്. സോ ഇതെല്ലാം തന്നെ അവർക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷാ ഭവൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീക്ക് വേണ്ടി ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിഞ്ഞ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത KTET എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സർവീസ് ടീച്ചറുടെ KTET എക്സാം എന്ന് പറയുന്നത് മെയ് 2nd വീക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ആ ഒരു 2nd വീക്ക് നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള KTET കാറ്റഗറി 3 സൈക്കോളജി എക്സാം ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 1 മുതലായിരിക്കും ആ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു K3 സൈക്കോളജിയുടെ ബാച്ചിലൂടെ ത്രൂ ക്വസ്റ്റ്യൻസിലൂടെ വാരി വലിച്ചൊന്നുമില്ല. നിങ്ങൾക്കറിയാം മിക്കവാറും നമ്മളൊരു മെയ് എക്സാം എഴുതാൻ പോകുന്നത് ആരാണ്, നമ്മുടെ സർവീസിലുള്ള അധ്യാപകർ മാത്രമാണ്. സോ അവർക്ക് കുറഞ്ഞ ടൈമിലൂടെ അത്യാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമ്മുടെ സിലബസ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ കോഴ്സിലോട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മെയ് എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ വേറെ ജനറൽ KTET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ നോട്ട്സോ ഒക്കെ ആയിട്ട് സെൽഫായിട്ട് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ അതിനും നിങ്ങൾക്കൊരു പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ ചാനലിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്ക്സും നോട്ട്സും അവൈലബിൾ ആണ്. വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് KTETമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സും ക്ലാസ്സസിനും വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക്